വെളിച്ചെണ്ണ ക്വിന്റലിന് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആകാശവാണിയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിനുകളുണ്ടല്ലോ, ആ വില വന്നിരിക്കുന്നത് മട്ടാഞ്ചേരിയിൽ നിന്നായിരുന്നു. വില തീരുമാനിച്ചിരുന്നതും മട്ടാഞ്ചേരിയിലെ ലേലത്തിന്റെ നീക്കി ബാക്കി നോക്കിയായിരുന്നു. ഇന്ന് മട്ടാഞ്ചേരിയിലെ വില കൂടി തമിഴ്നാട്ടിൽ നിന്നും തീരുമാനിക്കും. ആ വിലയ്ക്കാണെങ്കിലേ കച്ചവടം നടക്കൂ എന്നാണ് സാരം. അത് കേരളത്തിന്റെ ശാപമോ അല്ലെങ്കിൽ വീഴ്ചയോ ഒന്നുമല്ല. വിപണിക്ക് ആവശ്യമുള്ളതിന്റെ 10% പോലും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ് കാരണം. ഈ 20-30 വർഷം മുൻപ് മട്ടാഞ്ചേരി മാർക്കറ്റിൽ വന്നിരുന്നതിന്റെ 10% കൊപ്രയും വെളിച്ചെണ്ണയുമേ ഇന്നെത്തുന്നുള്ളൂ. കുറ്റ്യാടിയിലെ ഉണ്ടക്കൊപ്രയുണ്ടാക്കുന്ന വീടുകളുടെ എണ്ണം എത്ര കുറഞ്ഞു എന്ന് നോക്കിയാൽ തേങ്ങയുടെ ഭൂമിശാസ്ത്രം തന്നെ നമുക്ക് വ്യക്തമാക്കും. ഉൽപാദനം കുറഞ്ഞെങ്കിലും നാളികേരത്തിന്റെയും വെളിച്ചെണ്ണയുടെയും ഉപഭോക്താക്കളാണ് നമ്മൾ. അതുകൊണ്ട് ഇവിടെ ഏത് വിലയ്ക്ക് വെച്ചാലും വാങ്ങാൻ ആളുണ്ട്. ഈ 425 രൂപയിലേക്ക് വരെ വില ഉയർന്നതിന്റെ ഗ്രാഫ് നോക്കുക. കഴിഞ്ഞ ഡിസംബറിൽ ശബരിമല സീസണിലാണ് വില കയറാൻ തുടങ്ങിയത്. അത് സാധാരണ പതിവുള്ളതുമാണ്. എന്നാൽ ഈ സീസൺ കഴിയുമ്പോൾ വില താഴുകയാണ് പതിവ്. ശബരിമലയിൽ നിന്നുള്ള നാളികേരം കൂടി കൊപ്ര വിപണിയിലേക്ക് എത്തുന്നതായിരുന്നു അതിനുള്ള കാരണം. പക്ഷെ ഇത്തവണ കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, കൂടുകയും ചെയ്തു. വില നിയന്ത്രിക്കാനുള്ള വിപണി ഇടപെടൽ നടക്കണമെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ സംഭരിച്ച കൊപ്ര ഉണ്ടാകണം. കൊപ്ര സംഭരണമൊക്കെ പണ്ടേ നിർത്തിയതിനാൽ തലയിൽ തേക്കാനുള്ള വെളിച്ചെണ്ണ പോലും വകയില്ല.